സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പ്രക്ഷോഭത്തിലേക്ക്. ആദ്യപടിയായി ഇന്ന് കോഴിക്കോട് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. വൈകിട്ട് നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ മലബാറിലെ 5 ജില്ലകളിൽ നിന്നുള്ള ഉടമകളും ജീവനക്കാരും പങ്കെടുക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ഉണ്ട്. റിയാസ്, വീണ്ടും ഒരു ബസ് പണിമുടക്കിലേക്കാണ് നീങ്ങുന്നത്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതുല്യ, ഗുഡ് മോർണിംഗ്. ഈ സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ പറയുന്നത് നേരത്തെ നിരവധി ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 15,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 7,000 ബസ്സുകൾ മാത്രമാണ് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊതുഗതാഗത സംവിധാനത്തിൽ ഈ സ്വകാര്യ ബസ് സർവീസ് അത് KSRTC ആയിക്കോട്ടെ, ഇനി അത് നേരിടുന്ന ബസ് വ്യവസായം നേരിടുന്ന വലിയ വെല്ലുവിളികളുണ്ട്. അതിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ഇടപെടണം. അതിന് പകരം അന്യായമായ രീതിയിലുള്ള ഗതാഗത നയമാണ് സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഇന്ന് മുതൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. പ്രക്ഷോഭ രംഗത്തിന്റെ ആദ്യ പടിയായിട്ടാണ് ഇന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. മലബാറിലെ 5 ജില്ലകളിൽ കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും അടങ്ങിയ വലിയൊരു വിഭാഗം ഇന്ന് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് 4 മണിക്ക് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു. MK രാഘവൻ MP ആണ് ആ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ തന്നെ പല ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നത്, ഒന്ന് പക്കാ പെർമിറ്റായി നിലവിലെ പെർമിറ്റ് സംവിധാനങ്ങൾ പക്കാ പെർമിറ്റായി പുതുക്കി നൽകണം എന്നുള്ളതാണ് ഒരാവശ്യം. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥി കൺസെഷൻ കാലാനുസൃതമായി പരിഷ്കരിക്കണം. അത്തരത്തിലൊരു പരിഷ്കരണം ഈ വിദ്യാർത്ഥി കൺസെഷന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, അനാവശ്യമായി നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിഴ ചുമത്തുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. അത് ഒഴിവാക്കണം. ഗൗരവകരമായ കാര്യങ്ങൾക്ക് പിഴ ചുമത്തി, എന്നാൽ ഈ നിസ്സാര കാര്യങ്ങൾക്ക് പിഴ ചുമത്തുന്ന സാഹചര്യം ഒഴിവാക്കണം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം അത് ഒഴിവാക്കണമെന്ന് ഇവർ പറയുന്നു. അങ്ങനെ പല ആവശ്യങ്ങളാണ്. ഒപ്പം ഈ KSRTC ബസ് വ്യവസായത്തെയും സ്വകാര്യ ബസ് വ്യവസായത്തെയും സംരക്ഷിക്കാനുള്ള ഇടപെടലുകൾ വേണം. രാത്രികാല സർവീസ് നടത്താത്ത ബസ്സുകൾക്ക് ആ ബസ്സുകളിൽ നിന്നും ക്യാമറകൾ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിന് ക്യാമറകൾ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഒഴിവാക്കണം. റെഗുലേറ്ററി കമ്മീഷനെ നിയമിക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നവർ ആദ്യപടിയായി പ്രതിഷേധ സംഗമം നടത്തുന്നത്. ഏപ്രിൽ 7-ന് ഇതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ആ മാർച്ചിൽ വെച്ചായിരിക്കും ഈ പണിമുടക്ക് സംബന്ധിച്ച തീയതി അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. അപ്പോഴും ഈ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ ബസ് ഉടമകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ വിഷയം പരിഹരിക്കാൻ അതിനു മുൻപ് തന്നെ സർക്കാർ ഇടപെടുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രമായിരിക്കും സ്വകാര്യ ബസ് പണിമുടക്ക് നടക്കുക. അഥവാ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഏപ്രിൽ അവസാന വാരമോ മെയ് ആദ്യ വാരമോ കേരളത്തിൽ ഒരു അനിശ്ചിതകാല പണിമുടക്കിനായിരിക്കും സാക്ഷിയാകേണ്ടി വരിക. അതുല്യ. തീർച്ചയായും റിയാസ്, നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണം ഈ ഒരു വിഷയവുമായി സംബന്ധിച്ച് ഇതുവരെയും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇത്തരത്തിലൊരു സൂചനാ പണിമുടക്ക് അല്ലെങ്കിൽ ഒരു സൂചന മാത്രമാണ് ഇന്നത്തെ പ്രതിഷേധ സംഗമം ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക്, സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് തന്നെ സംസ്ഥാനത്ത് സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും എത്തിക്കാതെ അതിനു മുൻപ് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഗതാഗത വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും നിലവിൽ പണിമുടക്ക് എന്ന തലത്തിലേക്ക് ഈ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഇന്നത്തെ ഒരു പ്രതിഷേധ സംഗമത്തെ അത്ര ഗൗരവകരമായി എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷവും ഗതാഗത വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന് ബന്ധപ്പെട്ട അധികൃതരൊന്നും തന്നെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ, ഇന്നിപ്പോൾ പ്രതിഷേധ സംഗമമാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മലബാറിലെ 5 ജില്ലകളിൽ നിന്നുള്ള സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പങ്കെടുക്കുന്നു. അതിന്റെ ശക്തി എത്രമാത്രം ഉണ്ടാകും എന്നതിനെ അനുസൃതമായിട്ടായിരിക്കും ഇനി സർക്കാരിന്റെ പ്രതികരണം ഉണ്ടാവുക. മാത്രമല്ല, ഇവർ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു ഏപ്രിൽ 7-നാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. അതിന് പിന്നാലെയായിരിക്കും ഒരുപക്ഷെ സർക്കാർ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നത്. പല കാര്യങ്ങളും
സ്വകാര്യ ബസ് ജീവനക്കാരുടെ കയ്യിലും ഒക്കെ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാറുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും ഈ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനായി ഉള്ള ഇടപെടൽ അനിവാര്യമാണ്. അത് സ്വകാര്യ ബസ് വ്യവസായം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തക്ക സമയത്ത് തന്നെ ഇടപെടുമെന്നുള്ളൊരു പ്രതീക്ഷ അവരും പങ്കുവയ്ക്കുന്നുണ്ട്. റിയാസ് KM